കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഭാരത സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നവംബർ 15 തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. SLBCയുടെ നിർദ്ദേശപ്രകാരം ലീഡ് ബാങ്കിനൊപ്പം നബാർഡ്, റബ്ബർ ബോർഡ്, FECT, CBCN, IC, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷി വകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ സ്കീമുകളുടെ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനോടൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യമുള്ള എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ അതാത് ഗ്രാമപഞ്ചായത്തിലെ യാത്രകളിലും ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. PM പ്രണാം സ്കീം അവബോധനം, സമീകൃത വളപ്രയോഗം, നാനോ വളങ്ങളെ പരിചയപ്പെടുത്തൽ, കാർഷിക ഡ്രോൺ ടെക്നോളജി പരിചയപ്പെടുത്തൽ മുതലായവ ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകുന്നതുമായിരിക്കും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വിവര വിദ്യാഭ്യാസ വിനിമയ വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഭോക്താക്കളുടെ അനുഭവ വിവരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ്? എത്തിച്ചേരാത്തവരിലേക്ക് എത്തിച്ചേരുക, സ്കൂളുകൾക്ക് കീഴിൽ അർഹതയുള്ള ദുർബലരായ ആളുകളിലേക്ക് എത്തിച്ചേരുക, വിവരണങ്ങളുടെ വ്യാപനം, പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ, പൗരന്മാരിൽ നിന്ന് പഠിക്കൽ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വ്യക്തിഗത കഥകൾ, അനുഭവം പങ്കിടൽ എന്നിവയിലൂടെ ആശയവിനിമയം, യാത്രയ്ക്കിടെ കണ്ടെത്തിയ വിശദാംശങ്ങളിലൂടെ സാധ്യതയുള്ള ഗുണഭോക്താക്കളുടെ എൻറോൾമെന്റ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര സമയബന്ധിതമായി എത്തിച്ചേരുന്നതാണ്. യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. അതിജീവനത്തിന് കാലാവസ്ഥ അനുരൂപ കൃഷി. ലോകമെങ്ങും കാലാവസ്ഥ മാറിമറിയുന്നു. മിന്നൽ പ്രളയവും ഉഷ്ണക്കാറ്റും പേമാരിയും വ്യാപകമാകുന്നു. കേരളത്തിന്റെ തീരപ്രദേശവും മലയോര മേഖലകളും വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുകയാണ്. കാലം തെറ്റിയുള്ള മഴമേഘങ്ങളും മഴക്കാലവും മലയാളിക്ക് ശീലമായി തുടങ്ങി. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകി കടൽ നിരപ്പ് ഉയരുന്നതും കടലിലെ താപനില വർദ്ധിക്കുന്നതും വഴി കടൽ കരയിലേക്ക് കയറുന്നു. തീരദേശത്ത് കിണറുകളിൽ ഉപ്പ് കയറുന്നു. കായലുകളിൽ ലവണത ഉയരുന്നു. നമ്മുടെ കായലിലെ വർദ്ധിക്കുന്ന ലവണവൽക്കരണം സംബന്ധിച്ച് കായൽ കൃഷി ഗവേഷണ കേന്ദ്രത്തിന്റെ പഠനങ്ങൾ നൽകുന്ന സൂചന ഭയാശങ്കകൾ ഉയർത്തുന്നതാണ്. കേരളത്തിലെ തീരപ്രദേശവും മലയോര മേഖലയും വലിയ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുകയാണ്. കടലിലും കൃഷിയിടങ്ങളിലും അമ്ലത കൂടുന്നു. മണ്ണിൽ അമ്ലത ഉയരുന്നു. കാലം തെറ്റിയിട്ടുള്ള മഴയും കടുത്ത വേനലും രൂക്ഷമായ ഇടിമിന്നലും മേഘവിസ്ഫോടനങ്ങളും പോലുള്ള എണ്ണമറ്റ മാറ്റങ്ങളാണ് ആഗോള താപനം മൂലമുണ്ടാകുന്നത്. എത്ര ഉന്നത സാങ്കേതിക വിദ്യകൾ ഉണ്ടായാലും കാലാവസ്ഥ മാറ്റങ്ങളുമായുള്ള ചൂതാട്ടമായി തന്നെ കൃഷി മാറുമോ എന്ന് ഭയപ്പെടുന്നു. കടൽ ജലത്തിന്റെ അമ്ലത വർധന മത്സ്യത്തിന്റെയും പവിഴപ്പുറ്റുകളുടെയും നാശത്തിന് കാരണമായി കഴിഞ്ഞു. പകർച്ചവ്യാധി, പുതിയ തരം രോഗങ്ങൾ, പരിണാമം സംഭവിച്ച കള, കീട, രോഗാണുക്കൾ മുതലായവ
നേരിടേണ്ടി വരുന്നു. കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മുടെ കർഷകരെയാണ്. കാണാനാകാത്തതും കാണുന്നതുമായ നിരവധി മാറ്റങ്ങൾക്കാണ് നാട് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യപ്രതിസന്ധിക്കൊപ്പം ശുദ്ധജല ദൗർലഭ്യവും രൂക്ഷമാകും. മണ്ണിടിച്ചിൽ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം മണ്ണിന്റെ ഘടന നോക്കാതെയുള്ള ഭൂവിനിയോഗമാണ്. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രജൻ ഓക്സൈഡ്, നീരാവി എന്നിവയൊക്കെയാണ് പ്രധാന ഹരിതഗൃഹവാതകങ്ങൾ. കാർബൺ ഡയോക്സൈഡിനേക്കാൾ ചൂടിനെ കൂട്ടുവാനുള്ള ശേഷി മീഥെയ്ന് 20 മടങ്ങും നൈട്രൈഡ് ഓക്സൈഡിന് 200 മടങ്ങുമാണ്. ഫോസിൽ ഇന്ധനോപയോഗം മൂലം കാർബൺ ഡയോക്സൈഡും കൃഷിസ്ഥലങ്ങളിൽ നിന്ന് മീഥെയ്നും നൈട്രജൻ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും അയവെട്ടുന്ന കന്നുകാലികളിൽ നിന്ന് ഉദ്ഗമിക്കുന്ന മീഥെയ്നിന്റെയും തോത് ഗണ്യമായി കുറച്ചേ മതിയാകൂ. രാഷ്ട്രങ്ങളുടെയും ജനങ്ങളുടെയും കൂട്ടായ ശ്രമം കൊണ്ട് മാത്രമേ ആഗോളതാപനവും പാതരേഖയായി കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകൂ. ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനത്തിന്റെ വാർഷിക അളവായാണ് കാർബൺ പാതരേഖയായി കണക്കാക്കുന്നത്. എല്ലാ കൃഷിമുറകളിലും ഉള്ള ഹരിതഗൃഹവാതക ഉദ്ഗമനം അതുകൊണ്ടുണ്ടാകുന്ന കാർബൺ പാതരേഖയും കണക്കിലെടുക്കേണ്ടി വരും. കൃഷി മേഖലയിൽ ഊർജ്ജ സംരക്ഷണവും വിനിയോഗവും കാര്യക്ഷമമാക്കുക, ഊർജ്ജക്ഷമതയുള്ള യന്ത്രസാമഗ്രികളും സംവിധാനങ്ങളും ഉപയോഗിക്കുക, വനനശീകരണം തടയുക, കൂടുതൽ വനങ്ങളും സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് കാർബൺ വലിച്ചെടുക്കുന്നതിനുള്ള വഴിയൊരുക്കുക, ഇവയൊക്കെയാണ് നാം ഏറ്റെടുക്കേണ്ട കർമ്മ പദ്ധതികൾ. അതായത് ഓരോ വികസന പ്രവർത്തനത്താലും പുറന്തള്ളപ്പെടുന്ന കാർബണിന്റെ അളവ് തിട്ടപ്പെടുത്തി അത്ര തന്നെ കാർബൺ പ്രകൃതിയിൽ നിന്ന് ആഗിരണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം. സമ്പൂർണ്ണ കാർബൺ തുല്യത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന് രാസവള പ്രയോഗം കുറച്ച് ജൈവവളവും വിള അവശിഷ്ട പുനഃചംക്രമണവും കൂട്ടുക, കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ പുതിയ വിളകൾ, ഇനങ്ങൾ, കൃഷി ഭൂവിനിയോഗ രീതികൾ, വിഭവ സംരക്ഷണ സാങ്കേതിക വിദ്യകൾ, കീടജാഗ്രതാ മാർഗങ്ങൾ എന്നിവ കണ്ടെത്തുകയും വേണം. വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളെ കൂടുതൽ ആശ്രയിക്കുക. ഏറ്റവും കാര്യക്ഷമവും മാലിന്യരഹിതവുമായ ഉൽപാദനങ്ങൾ നടത്തുക. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും സംസ്കരണവും വളർത്തിയെടുക്കുക. ഇവയൊക്കെയാണ് സ്വീകാര്യമായ വഴികൾ. അത്യുത്പാദന ശേഷിയോടൊപ്പം പ്രതിരോധശേഷിയും കൂടിയുള്ള സസ്യ ഇനങ്ങളും വളർത്തുമൃഗങ്ങളും മത്സ്യജനുസുകളെയും കണ്ടെത്തി സംരക്ഷിക്കണം. അവയെ നമ്മുടെ കൃഷിയുടെ ഭാഗമാക്കണം. കാലാവസ്ഥ വ്യതിയാനങ്ങളെപ്പറ്റി കാര്യക്ഷമമായി നേരിടണമെങ്കിൽ ഇവയെപ്പറ്റി വിശദമായ പഠനങ്ങളും ഗവേഷണങ്ങളും അനിവാര്യമാണ്. കാലാവസ്ഥ മാറ്റം ആഗോള പ്രതിഭാസം എന്ന് പറഞ്ഞ് മാറിയിരിക്കാനാവില്ല. മാറ്റങ്ങൾക്ക് അനുരോധമായി കൃഷിയും കൃഷിക്രമങ്ങളും രൂപപ്പെടുത്തണം, പ്രചരിപ്പിക്കണം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. സംയോജിത അനുരൂപ കൃഷി. കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിന്റെ സ്വാഭാവിക ജലവ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രതിരോധ ശേഷിയുള്ള മുഖ്യ വിളയായ നെൽകൃഷിയോടൊപ്പം തന്നെ മത്സ്യകൃഷി, താറാവ് കൃഷി, പുറംബണ്ടുകളിലെ വാഴ, മരച്ചീനി, പച്ചക്കറി, താമരക്കണ്ണൻ, ചേമ്പ് മുതലായവയുടെ കൃഷി എന്നിവ സമന്വയിപ്പിക്കുന്ന സംയോജിത കൃഷി കാലാവസ്ഥ അനുരൂപ കൃഷിക്ക് ഉത്തമ ഉദാഹരണമാണ്. മത്സ്യ നേഴ്സറിക്ക് മുകളിൽ കൂടുകൾ ക്രമീകരിച്ച് വിഗോവ ഇറച്ചി താറാവിനെ വളർത്തി കാഷ്ടം നെൽകൃഷിക്കും മത്സ്യത്തിനും പ്രയോജനപ്പെടുത്തി. ഈ കൃഷി സമ്പ്രദായത്തിലൂടെ തനിവിള കൃഷി സമ്പ്രദായത്തെക്കാൾ 3 ഇരട്ടി വരുമാനവും പരിസ്ഥിതി സൗഹൃദത്വവും ഉറപ്പാക്കുവാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് റാഫ്റ്റ് അഗ്രികൾച്ചർ. 590 കിലോമീറ്റർ കടൽ തീരമുള്ള കേരളത്തിലെ തീരമേഖല അതിലോല പരിസ്ഥിതി മേഖലയാണ്. മഴക്കാലത്ത് തുറസായ ജലാശയങ്ങൾ തിങ്ങി വളരുന്ന കുളവാഴ വിനിയോഗിച്ചിട്ടുള്ള ഫ്ലോട്ടിംഗ് റാഫ്റ്റ് പച്ചക്കറി കൃഷി പ്രളയവും വെള്ളക്കെട്ടും കൊണ്ട് വീർപ്പുമുട്ടുന്ന കുട്ടനാട് പോലുള്ള പ്രദേശങ്ങൾക്ക് യോജിച്ച അതിജീവന മാതൃകയാണ്. മുളച്ചങ്ങാടങ്ങളിൽ ജലകളങ്ങൾ പല തട്ടുകളായി വാരി നിറച്ച് തടങ്ങളായി പച്ചക്കറിക്ക് വിനിയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ കെട്ടി ഉയർത്തിയ ചങ്ങാടങ്ങളിൽ പോളത്തടങ്ങൾ ജീർണിക്കുന്നതോട് വെർമി കമ്പോസ്റ്റ് നിറച്ച് പച്ചക്കറി തൈകൾ വെച്ച് പിടിപ്പിക്കുന്നു. വെണ്ട, ചീര, വഴുതന തുടങ്ങിയ പച്ചക്കറികൾ ഇത്തരത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സമയങ്ങളിലും അങ്ങനെ വർഷം മുഴുവൻ കൃഷിക്ക് ഉപയോഗിക്കാം. ജൈവവളങ്ങളും ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളും ഉപയോഗിക്കുന്ന കൃഷി രീതിയാണിത്. ബംഗ്ലാദേശിലും മറ്റും പരമ്പരാഗതമായി ചെയ്തു വരുന്ന ബൈറ കൃഷി രീതിക്ക് സമാനമാണിത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി ഓപ്പൺ വാട്ടർ ഫാമിംഗ് എന്താണെന്ന് അറിയാം.
കുളവാഴയും ജലകളകളും മൂടിക്കിടന്ന മാലിന്യം നിറഞ്ഞ തോടുകൾ കളവിമുക്തമായി കനാലുകളിലെ പഴയ അവസ്ഥയിലേക്ക് പോകാതെ ജലപരിസ്ഥിതി മെച്ചപ്പെടുത്തി ഇത് ഉൽപാദനക്ഷമമായ വിധത്തിൽ നിർദ്ദിഷ്ട അളവിലുള്ള ചെറുവല കൂടുകളിൽ സംസ്കരിക്കുന്ന കുളവാഴയും മറ്റും ആഹരിക്കുന്ന ഗ്രാസ് കാർപ്പ്, തിലാപ്പിയ മുതലായ മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു അതിസാന്ദ്രത മത്സ്യകൃഷി രീതി പരീക്ഷിക്കുകയുണ്ടായി. IRTC BCFന്റെ സഹായത്തോടുകൂടെ ആദ്യം ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുന്നത് ആലപ്പുഴ കലവൂർ AS കനാലിലാണ്. പ്രതിരോധത്തിന്റെ ജനിതക ഇനങ്ങൾ. കാലാവസ്ഥ വ്യതിയാനം മൂലം വെള്ളത്തിന്റെയും മണ്ണിന്റെയും വർദ്ധിക്കുന്ന ലവണത്വം, അമ്ലത്വം, വെള്ളപ്പൊക്കം ഇവയെ അതിജീവിക്കാൻ ശേഷിയുള്ള വിവിധ സസ്യ ഇനങ്ങളെ ശേഖരിച്ച് വളർത്തി സംരക്ഷിക്കുകയും അവയെ മുഖ്യധാര കൃഷിയുടെ ഭാഗമാക്കുകയാണ് മാറിയ സാഹചര്യങ്ങൾക്ക് യോജിച്ച അതിജീവന കൃഷി. ഇത് സംബന്ധിച്ച് അനേകം പഠനങ്ങൾ പല ഗവേഷണ കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. കായൽ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വെള്ളത്തിൽ വളരുന്ന താമരക്കണ്ണൻ ചേമ്പിനും കടൽ തീരത്ത് വളർത്താൻ അനുയോജ്യമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കടൽ തീരത്ത് അനുയോജ്യമെന്ന് കണ്ടെത്തിയിട്ടുള്ള മധുരക്കിഴങ്ങ്, ഉലുവ ഇവ സ്വയം സഹായം സംഘം രൂപീകരിച്ച് കൃഷി ചെയ്യുകയും ഇവയുടെ ജനിതക ശേഖരം ഉണ്ടാക്കി സംരക്ഷിക്കുന്ന ജോലികളും ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നു. കടൽ തീരത്തെ ചൊരിമണലിൽ ഇലക്കറിക്ക് ഉപയുക്തമായ ഉലുവ കൃഷിക്ക് നല്ല സാധ്യതയാണുള്ളത്. അടുത്തതായി ബയോസലൈൻ അഗ്രികൾച്ചറിനെ പറ്റി അറിയാം. ഗുരുതര കാലാവസ്ഥ വ്യതിയാന പ്രശ്നങ്ങൾ നേരിടുന്ന മൺട്രോ തുരുത്ത് ദ്വീപിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി മാറ്റങ്ങളും വേലിയേറ്റ പ്രളയവും ഭൂമി താഴൽ, കായൽക്കര കയ്യേറുന്ന പ്രതിഭാസം ഇവ മൂലം ജീവനോപാധികളിൽ വരുന്ന തകർച്ചയും വിലയിരുത്തി പ്രതിരോധിക്കാനുള്ള പദ്ധതിയാണിത്. ലവണ പ്രതിരോധ ശേഷിയുള്ള നെല്ലിനങ്ങൾക്ക് പോലും അതിജീവനത്തിന് പ്രതികൂലമാകുന്ന തരത്തിൽ കടലേറ്റം മൂലമുണ്ടാവുന്ന ലവണാംശം വർദ്ധിക്കുന്നു എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കണ്ടൽ സസ്യാവരണത്തോടെ ലവണജല നെൽകൃഷി നടപ്പിലാക്കുകയും വലക്കൂടുകളിൽ മത്സ്യകൃഷി ആരംഭിക്കുകയും ചെയ്തു. സ്വയം സഹായ സംഘങ്ങൾ വഴി നടത്തിയ പരീക്ഷണ കൃഷിയിൽ വലക്കൂടുകളിലെ കരിമീൻ കൃഷിയിൽ 7 മാസം കൊണ്ട് വളർത്തു മത്സ്യം ശരാശരി 210 ഗ്രാം വരെ വലിപ്പം എത്തുന്നതായി കണ്ടെത്തി. തുറസായ ജലാശയങ്ങളിലെ വലക്കൂട് മത്സ്യകൃഷി കാലാവസ്ഥ പ്രതിരോധം ഉറപ്പാക്കുന്ന ഉത്തമ അനുരോധ കൃഷിയാണ്. വലിയ മുടക്കുമുതൽ ഇല്ലാതെ തന്നെ വെള്ളപ്പൊക്കത്തെയും വേലിയേറ്റ പ്രളയത്തെയും അതിജീവിച്ച് ജലാശയങ്ങളിൽ ഭൂരഹിതരായ പാവപ്പെട്ടവർക്ക് ഏറ്റെടുക്കാവുന്ന കാലാവസ്ഥ അനുരോധ കൃഷി. ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ അധികാര പരിധിയിൽ വരുന്ന ജലാശയങ്ങൾ ഇത്തരം കാലാവസ്ഥ പ്രതിരോധ കൃഷിക്ക് മുൻഗണന നൽകി ഉപയോഗയോഗ്യമാക്കേണ്ടതുണ്ട്. ബയോ റെമിഡിയേഷൻ, സൂക്ഷ്മ സസ്യ മലിനീകരണം. അന്തരീക്ഷ താപനില ഉയരുന്നതോടുകൂടെ കാർബൺ ഡയോക്സൈഡിന്റെ നില വർദ്ധിച്ച സാഹചര്യങ്ങളിൽ ജലസ്രോതസ്സുകളിലും അന്തരീക്ഷ താപനില ഉയരുന്നതോടെ കാർബൺ ഡയോക്സൈഡ് നില വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ ജലസ്രോതസ്സുകളിൽ വലിയ തോതിൽ സൂക്ഷ്മ സസ്യങ്ങൾ പെരുകും. ഇത് സൃഷ്ടിക്കുന്ന ജൈവ മലിനീകരണം ലോകമെമ്പാടും ഗുരുതര പരിസ്ഥിതി പ്രശ്നമായി പരിണമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപകടകാരികളായ ചില ഇനം നീലഹരിത സൂക്ഷ്മ സസ്യങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ആഘാതമുണ്ടാക്കും. ഇത്തരം സൂക്ഷ്മ സസ്യ ഇനങ്ങളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഉപാധികൾ പലപ്പോഴും പ്രകൃതിയിൽ തന്നെ കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2019 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മതീർത്ഥകുളത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായി ഉയർന്ന ക്ഷാരാംശം മൂലം നീലഹരിത പായൽ, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗെ ഇനത്തിൽപ്പെട്ട സ്പൈറുലീന പ്ലാന്റൻസിസ് എന്ന സൂക്ഷ്മ സസ്യം ക്രമാതീതമായി പെരുകുകയും കണ്ടെത്തുകയുണ്ടായി. ഉയർന്ന താപനിലയിൽ സൂക്ഷ്മ സസ്യങ്ങൾ ജീർണിച്ചുണ്ടാകുന്ന ദുർഗന്ധവും പ്രാണവായുവിന്റെ കുറവും ഗുരുതര പരിസ്ഥിതി പ്രശ്നമായി വളരുന്നു. വിലയേറിയ സൂപ്പർ ഫുഡ് എന്ന് പേര് കേട്ടെങ്കിലും അവിടെ ക്രമാതീതമായി പെരുകിയ സ്പൈറുലീന എന്ന സൂക്ഷ്മ സസ്യം പരിസ്ഥിതി പ്രശ്നമായതോടെ അതിനെ നിയന്ത്രിക്കാൻ അവസാന ജൈവ വഴിയായി കണ്ടത് നീലഹരിത പായൽ ഭക്ഷിക്കാൻ ശേഷിയുള്ള വേമ്പനാട്ട് കായലിലെ കക്കച്ചിപ്പികളും അവയുടെ സൂക്ഷ്മ സസ്യ നിയന്ത്രണ ശേഷിയുമാണ്. ഒപ്പം നീലഹരിത പായൽ നേരിട്ട് ആഹരിക്കാൻ ശേഷിയുള്ള തിലാപ്പിയ എന്ന മത്സ്യ ഇനത്തെയും പ്രയോജനപ്പെടുത്തി. തീർത്ഥക്കുളത്തിലെ ജലത്തിന്റെ ക്ഷാരത്വം സമീകരിക്കാൻ വൈക്കോൽ കെട്ടുകൾ നിക്ഷേപിക്കുന്നതും പ്രയോജനകരം എന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി വീടുകൾക്ക് ഫ്ലെക്സി ടാങ്ക് ഉപയോഗിച്ച് മാലിന്യ സംസ്കരണം നടത്താം എന്നതിനെ പറ്റി അറിയാം.
കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, മീഥേൻ എന്നീ ഹരിതഗൃഹവാതങ്ങളുടെ ഒരു മുഖ്യ സ്രോതസ് ഗാർഹിക ജൈവ മാലിന്യങ്ങളാണ്. ഖരജൈവ മാലിന്യങ്ങൾ പ്രാണവായു നിർബന്ധമായ സാഹചര്യങ്ങളിൽ ജീർണിക്കുമ്പോൾ ഉണ്ടാകുന്ന മീഥേൻ ഏറ്റവും പ്രഭാവമേറിയ ഹരിതഗൃഹവാതകമാണ്. അടുക്കള മാലിന്യങ്ങളും ഭക്ഷ്യമാലിന്യങ്ങളും ഉറവിടത്തിൽ തന്നെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തി സുരക്ഷിതമായി മീനും പച്ചക്കറികൾക്കും വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കാനുതകുന്ന സാങ്കേതിക വിദ്യ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇതിനെ ഒരു മാതൃകാ ടാങ്ക് സംവിധാനവും കൃഷി രീതികളും കായൽ കൃഷി ഗവേഷണ കേന്ദ്രം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യമാലിന്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്നതും ഫിഷ് ടാങ്കിലെ മത്സ്യവിസർജ്യങ്ങൾ ചേർന്നുള്ള ജൈവവളം നേരിട്ട് പച്ചക്കറി കൃഷിക്ക് പ്രയോജനപ്പെടുത്തുന്നതിനും മത്സ്യം കൃഷി ചെയ്യാവുന്നതിനും വെള്ളത്തിൽ പ്രാണവായു കുറയുന്നത് പോലും അതിജീവിക്കാൻ ശേഷിയുള്ള മത്സ്യങ്ങളെ വളരെ ഉയർന്ന സാന്ദ്രതയിൽ വളർത്തിയെടുക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. പട്ടണങ്ങളിൽ പോലും മൊബൈൽ ഫ്ലെക്സി ടാങ്കുകൾ സൗകര്യപ്രദമായ രീതിയിൽ മത്സ്യവും ഒപ്പം പച്ചക്കറി കൃഷിയും ചെയ്യാവുന്ന ഈ സാങ്കേതിക വിദ്യ ആലപ്പുഴ ഗാന്ധി സ്മാരക ഗ്രാമോത്സവ സംഘം വഴി ചേർത്തല താലൂക്കിലെ 20 കൃഷിയിടങ്ങളിലും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 150-ലധികം വീടുകളിലും വേസ്റ്റ് ടു ഫിഷ് എന്ന പേരിൽ പ്രചരിപ്പിച്ചു വരുന്നു. ജൈവ മാലിന്യങ്ങൾ കേന്ദ്രീകൃതമായി സംസ്കരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി മാലിന്യ സംസ്കരണം ആദായകരവും ആനന്ദായകമാക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ കഴിയണം. തീര സംരക്ഷണത്തിന് കണ്ടൽ ബയോഷീൽഡ്. കണ്ടൽ കാടുകളെ തീരഭൂമിയുടെ രക്ഷിതാവും നിർമ്മാതാവും എന്നാണ് അറിയപ്പെടുന്നത്. 60-ൽ പരം സസ്യ ഇനങ്ങൾ ചേർന്ന് ലവണ പ്രതിരോധ ശേഷിയുള്ള തീരപ്രകൃതിയുടെ പ്രതിരോധന സേന എന്നറിയപ്പെടുന്ന ഈ സസ്യവ്യൂഹം കടലേറ്റത്തെയും കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള തിരയിളക്കത്തെയും പ്രതിരോധിച്ച് ജനവാസ മേഖലകളെ സംരക്ഷിക്കാൻ കഴിയുന്ന തീരപ്രതിഭാസമാണ്. ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത് സംരക്ഷിച്ചാൽ ജൈവവേലിയായും ബയോഷീൽഡായും സംരക്ഷണം ഒരുക്കും ഈ സസ്യജാതികൾ. അവയുടെ കാർബൺ സമീകരണ ശേഷി സവിശേഷമാണ്. അഷ്ടമുടിക്കായലിലെ മൺട്രോത്തുരുത്ത് ദ്വീപിൽ ഏറ്റെടുത്ത പരീക്ഷണങ്ങളിൽ ഭൗമാന്തരികത്തിൽ നിന്ന് കാർബൺ ആഗികരണം ചെയ്തതും മണ്ണിൽ കാർബൺ സംഭരിച്ചതും കാലാവസ്ഥാ മാറ്റം കൊണ്ടുള്ള വേലിയേറ്റ പ്രളയത്തിൽ വീർപ്പുമുട്ടുന്ന ദ്വീപ് നിവാസികൾക്ക് സുരക്ഷാ കവചമായി സംരക്ഷണം ആകും കണ്ടൽക്കാടുകൾ എന്ന് കണ്ടെത്തി. കാലാവസ്ഥ വ്യതിയാന കാലത്ത് കടലേറ്റം ഉയർത്തുന്ന വെല്ലുവിളികളെ അസാധാരണമായി അനുരൂപ ശേഷി കൊണ്ട് പ്രതിരോധിക്കാനും കാർബൺ സംഭരണിയായി പ്രവർത്തിച്ച് ലവണവൽക്കരണത്തെ പ്രതിരോധിക്കാനും ഉള്ള അനുപമശേഷി ഈ സസ്യജാലങ്ങൾക്ക് മുതൽക്കൂട്ടായി ഉണ്ട്. ഇത്തരത്തിൽ ഹരിത കവചം തീർത്ത് നെൽകൃഷിയും മത്സ്യകൃഷിയും സാധ്യമാക്കാം എന്ന കണ്ടെത്തൽ കാലാവസ്ഥ അനുരൂപ കൃഷിയുടെ ഒരു ഉത്തമ മാതൃകയായി കാണാം. കൃഷിയും കാർബൺ സമീകരണവും. കാലാവസ്ഥ മാറ്റക്കാലത്തെ കൃഷിയുടെ കാർബൺ പാതരേഖ കുറയ്ക്കാനുള്ള വേഗവഴി മണ്ണിൽ കാർബൺ സംരക്ഷിച്ചു നിർത്തുക എന്നതാണ്. നിബിഡ വനങ്ങളാൽ പല മടങ്ങ് കാർബൺ സംരക്ഷണവും സമീകരണവുമാണ് നന്നായി കൃഷി ചെയ്യുന്ന ജൈവകൃഷിയിടങ്ങളിൽ മണ്ണ് നിർവഹിക്കുന്നത്. വിള പരിക്രമണം ഉറപ്പാക്കുന്ന സംയോജിത കൃഷിയിലൂടെ മണ്ണിന്റെ കാർബൺ ഉദ്ഗമനം കുറയ്ക്കാനും മണ്ണിന്റെ സംരക്ഷണശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ഉപാധികൾ വഴി മണ്ണിലെ സൂക്ഷ്മജീവികളെ സംരക്ഷിക്കുകയാണ് ഇതിന്റെ എളുപ്പവഴി. ഭൗമ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന 800 ശതകോടി ടൺ കാർബണിന്റെ ഏതാണ്ട് 3 ഇരട്ടി, അതായത് 2500 ശതകോടി ടൺ കാർബൺ സംരക്ഷിച്ചു നിർത്തുന്നത് മണ്ണാണ്. കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള വേഗവഴി മണ്ണിന്റെ ജൈവശേഷി വർദ്ധിപ്പിക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള വേഗവഴി മണ്ണിന്റെ ജൈവശേഷി വർദ്ധിപ്പിക്കുന്ന നല്ല കൃഷിരീതി തന്നെ എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തതായി കൃഷിയിടാധിഷ്ഠിത ആസൂത്രണം, സുസ്ഥിര വരുമാനം ഉറപ്പിക്കാനുള്ള പ്രയോഗതന്ത്രം എന്താണെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ അതിജീവന കൃഷിക്കുള്ള മാർഗം കൂടിയായിട്ടാണ് കൃഷിയിടാധിഷ്ഠിത ഉൽപാദന ആസൂത്രണത്തെ സർക്കാരും കൃഷിവകുപ്പും നോക്കിക്കാണുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോൾ കൃഷിക്കാരന്റെ വരുമാനം ഇരട്ടിയാക്കണം എന്നതായിരുന്നു ഭരണാധികാരികളുടെ ആഗ്രഹം. അതിനായി
കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. നിലവിലുള്ള അവസ്ഥയിൽ ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലും സ്ഥായിയായ ഒരു വരുമാന വർധനവ് ഒരു ലക്ഷ്യമായി തന്നെ തുടരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് കൃഷി വകുപ്പ് വഴി ഒരു പുതിയ ആസൂത്രണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. അതിനായി കേരള കാർഷിക സർവകലാശാലയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കൈകോർത്തു. അതാണ് കൃഷിയിടാധിഷ്ഠിത ഉൽപാദന ആസൂത്രണം അഥവാ ഫാം പ്ലാൻ ബേസ്ഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാം. നിലവിൽ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ പരിശോധിച്ചാൽ അവയിൽ ഏറിയ കൂറും വിളയധിഷ്ഠിത ധനസഹായ പദ്ധതികൾ ക്രോപ്പ് ബേസ്ഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീംസ് ആണെന്ന് കാണാം. നെൽകൃഷിക്ക് പദ്ധതി, പച്ചക്കറി കൃഷിക്ക് പദ്ധതി, നാളികേര വികസന പദ്ധതി എന്നിങ്ങനെ അവയിൽ പല ഘടക പദ്ധതികളും ഉണ്ടെങ്കിൽ പോലും ഒരു കൃഷിക്കാരന്റെ കൃഷിയിടത്തിന്റെ സമഗ്ര വികസനത്തിന് അവ പലപ്പോഴും ഉതകുന്നതല്ല എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിനൊരു മാറ്റം എന്ന നിലയിലാണ് കൃഷിയിടാധിഷ്ഠിത ഉൽപാദനം ആസൂത്രണ മാതൃക അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ കാർഷിക പ്രാധാന്യമുള്ള ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. തുണ്ടുവൽക്കരിക്കപ്പെട്ട കൃഷിയിടങ്ങളാണ് ഏറിയ കൂറും. പ്രതിശീർഷക കൃഷിഭൂമി വളരെ കുറവാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ ഭൂപ്രകൃതി അനുസരിച്ച് മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകളിൽ വ്യത്യസ്തമായ വിളകളും കൃഷി സമ്പ്രദായങ്ങളും നിലനിൽക്കുന്നു. വലിയ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് അനുഗുണമായല്ല ഭൂമിയുടെ കിടപ്പ്. ഭക്ഷ്യവിളകളേക്കാൾ നാണ്യവിളകൾക്കാണ് കർഷകർ മുൻതൂക്കം കൊടുക്കുന്നത്. കർഷക തൊഴിലാളികളുടെ കൂലി നിരക്ക് ഏറ്റവും കൂടി നിൽക്കുന്നത് കേരളത്തിലാണ്. കൃഷിയിൽ കുടുംബാധ്വാനം വളരെ കുറവാണ്. ചില ജില്ലകളിലൊഴികെ ജലസേചന പദ്ധതികൾ കുറവാണ്. ആയതിനാൽ തന്നെ വർഷം മുഴുവൻ കൃഷി ചെയ്യുന്നതിനും പരിമിതികളുണ്ട്. വനാതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ കൃഷിക്കാരും വന്യമൃഗങ്ങളും തമ്മിൽ സംഘർഷത്തിലാണ്. കൃഷിഭൂമികളിൽ മരങ്ങളുടെ ആധിക്യം സൂര്യപ്രകാശ ലഭ്യത കുറയ്ക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. കാർഷിക വിഭവങ്ങൾ അസംസ്കൃത വസ്തുക്കളായി തന്നെ വിൽക്കാനാണ് കൃഷിക്കാർക്ക് താല്പര്യം. അവയെ അല്പം മെനക്കെട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ കർഷകർ താല്പര്യം കാണിക്കുന്നില്ല. ലഘുയന്ത്രങ്ങൾ വിപണിയിൽ ധാരാളം ലഭിക്കുന്നുണ്ടെങ്കിലും അത് വാങ്ങി പ്രയോജനപ്പെടുത്താനുള്ള ചോദന കൃഷിക്കാരിൽ കുറവാണ്. സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിച്ച് കൃത്യത കൃഷിരീതികളിലേക്ക് മാറാനും കർഷകർ ശ്രമിക്കുന്നില്ല. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഭാവനാപൂർണമായ സംയോജനവും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ഇങ്ങനെ പോകുന്നു കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ. ഈ സാഹചര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധിയായി മാറുന്നു കൃഷിയിടാധിഷ്ഠിത ആസൂത്രണം. അടുത്തതായി ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ഇത്തരത്തിലുള്ള ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാന കണ്ണിക കർഷകൻ തന്നെയാണ്. തന്റെ തോട്ടത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ വികസിപ്പിച്ചെടുക്കണം എന്ന നിഷ്ക്രിയ മനോഭാവത്തിൽ നിന്നും തന്റെ തോട്ടം വികസിക്കുന്നതിൽ പ്രധാന പങ്ക് തനിക്ക് തന്നെയാണെന്നും മറ്റു വകുപ്പുകൾക്ക് പരിമിതമായ ചില സഹായങ്ങൾ ചെയ്യാൻ മാത്രമേ കഴിയൂ എന്നും ചിന്തിക്കുന്ന ആളായിരിക്കണം കർഷകൻ. തന്റെ തോട്ടം എങ്ങനെയൊക്കെ വികസിപ്പിക്കാം എന്ന് വിവിധ മേഖലയിലുള്ള വിദഗ്ധർ നിർദ്ദേശിക്കുമ്പോൾ അതിനെ തുറന്ന മനസ്സോടെ കാണുകയും അത് നടപ്പിൽ വരുത്താനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പരമപ്രധാനമായി വരുന്നു. കർഷകന്റെ പരീക്ഷണ ബുദ്ധി, പുതിയ ആശയങ്ങളിൽ നിക്ഷേപിക്കാനുള്ള കഴിവ്. ഈ രണ്ട് കാര്യങ്ങളും കണക്കിലെടുക്കാതെ കർഷകരെ തിരഞ്ഞെടുത്താൽ പരാജയമാകും ഫലം. അടുത്തതായി ചെയ്യേണ്ടത് കൃഷിയിടത്തിന്റെ ഒരു സോട്ട് അനാലിസിസ് ആണ്. ഒരു കൃഷിയിടത്തിന്റെ ശക്തി, ദൗർബല്യം, ഭീഷണികൾ, അവസരങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു അപഗ്രഥനം ആ ഫാമിന്റെ ദൗർബല്യങ്ങളും അവസരങ്ങളും ഭീഷണികളും വെളിവാക്കുകയും അതിനെ തരണം ചെയ്യേണ്ട കാര്യങ്ങൾ ഫാം പ്ലാനിന്റെ ഭാഗമാക്കാനും കഴിയും. ഉദാഹരണമായി, നല്ല റോഡ് സൗകര്യങ്ങൾ ഫാമിനടുത്തുണ്ടെങ്കിൽ അതൊരു ശക്തിയാണ്. വനാതിർത്തിയോട് അടുത്താണ് കൃഷിയിടമെങ്കിൽ ഒരു ജൈവാവശിഷ്ടങ്ങളുടെ ലഭ്യത ഒരു ശക്തിയാണ്. പക്ഷേ വന്യമൃഗശല്യം ഒരു പരിമിതിയാണ്. ഏതെങ്കിലും വന നിയമങ്ങളുടെ കാർക്കശ്യത്താൽ അവിടെ ചില നിർമ്മിതികൾ നടത്താൻ കഴിയാത്ത പോലെയുള്ള സാഹചര്യങ്ങൾ ഒരു ഭീഷണിയാണ്. എന്നാൽ വനത്തിനടുത്ത് കൃഷി ചെയ്യുന്നതിനാൽ മണ്ണിന്റെ വളക്കൂറ് ചൂണ്ടിക്കാട്ടി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഒരു അവസരം കൂടിയാണ്. കൃഷിഭവൻ ഉദ്യോഗസ്ഥരും കർഷകരും കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണിത്. നിലവിലുള്ള ഫാമിലെ വിളകളും അടിസ്ഥാന സൗകര്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ലേഔട്ട് തയ്യാറാക്കുകയും ആ വികസനത്തിന്റെ ഭാഗമായി ആ ലേഔട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സാധ്യമെങ്കിൽ അതുൾപ്പെടുന്ന ഒരു പ്രപ്പോസ്ഡ് ലേഔട്ട് കൂടി തയ്യാറാക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി ബെഞ്ച് മാർക്കിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. തൽസ്ഥിതി രേഖപ്പെടുത്തൽ ഫാമിന്റെ നിലവിലുള്ള അവസ്ഥ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. ഫാമിന്റെ നിലവിലുള്ള കൃഷി വിവരങ്ങൾ, വരവ് ചെലവ് കണക്കുകൾ, ഓരോ സീസണിലുമുള്ള വിള വിസ്തൃതി, ഉൽപാദനം, ഉൽപാദനക്ഷമത, അടിസ്ഥാന സൗകര്യങ്ങളുടെ വിവരങ്ങൾ, ആസ്തി ബാധ്യതകൾ, കാർഷിക യന്ത്രങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, സ്ഥിരം താൽക്കാലിക തൊഴിലാളികളുടെ വിവരങ്ങൾ, വായ്പ, വിപണന രീതി എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്.
ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫാം പ്ലാൻ തയ്യാറാക്കൽ എന്ന പ്രക്രിയയിലേക്ക് കടക്കാം. കർഷകനും കുടുംബാംഗങ്ങളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഘട്ടം ഘട്ടമായി അടുത്ത 5 വർഷത്തേക്ക് ആ ഫാമിന്റെ വികസനത്തിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് തീരുമാനിക്കുന്നു. പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുക്കാൻ കർഷകന് താല്പര്യമുണ്ട്, അതിന് എത്ര മുതൽ മുടക്ക് വന്നേക്കും, വായ്പ ലഭിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് വർഷമാണ് ആ പ്രവൃത്തി ഏറ്റെടുക്കാൻ കഴിയുക, ഏത് വകുപ്പ് അല്ലെങ്കിൽ ഏത് ഏജൻസിയിൽ നിന്നാണ് അതിന് സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുള്ളത്, ആ പ്രവൃത്തി എങ്ങനെ, ഏത് സേവനദാതാവ് വഴിയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഫാം പ്ലാനിൽ ഉണ്ടാകണം. അതിനാണ് ബ്ലോക്ക് തല അഗ്രികൾച്ചറൽ നോളജ് സെന്റർ അംഗീകാരം തരുന്നത്. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഫാം പ്ലാനിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. ഫാമിന്റെ അതിർത്തിയുടെ സംരക്ഷണം, ഫാമിനകത്തെ റോഡ് സൗകര്യങ്ങൾ, ജലസ്രോതസ്സുകൾ ഉണ്ടാക്കൽ, ജലനിർഗമന സൗകര്യങ്ങൾ, ലിഫ്റ്റ് ഇറിഗേഷൻ സാധ്യതകൾ, മണ്ണ് ജല സംരക്ഷണ പ്രവൃത്തികൾ, അനാവശ്യമായ മരങ്ങൾ നീക്കം ചെയ്യൽ, പുതിയ വിളകൾ ഉൾപ്പെടുത്തൽ, ഇടവിള കൃഷി ശാക്തീകരണം, സമ്മിശ്ര കൃഷി അനുവർത്തിക്കൽ, മത്സ്യം വളർത്താനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, വളർത്തുന്ന പക്ഷികൾ, മൃഗങ്ങൾ എന്നിവ വാങ്ങൽ, ജൈവവള നിർമ്മാണ യൂണിറ്റുകൾ, ബയോഗ്യാസ് പ്ലാന്റുകൾ, നഴ്സറി ഔട്ട്ലെറ്റ്, അസോള വളർത്തൽ, തേനീച്ച വളർത്തൽ തുടങ്ങിയവയെല്ലാം തന്നെ ഫാം പ്ലാനിന്റെ ഭാഗമാക്കാവുന്നതാണ്. ഈ സംരംഭങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും സർക്കാർ സഹായത്തോടെ നടപ്പാക്കാം എന്ന വ്യാമോഹം കർഷകനുണ്ടാകരുത്. ഒരു വലിയ മുതൽ മുടക്ക് കർഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ആവശ്യമെങ്കിൽ കിസാൻ ക്രെഡിറ്റ് അടക്കമുള്ള വായ്പകൾ തരാൻ ബാങ്കുകൾ തയ്യാറാണ്. അത് തരപ്പെടുത്തി നൽകാൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കണം. കൃഷിയിടത്തെ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വരുമാന കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഏതൊക്കെ വകുപ്പുകൾ, ഏജൻസികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ പിന്തുണ നൽകുമെന്ന് നമുക്ക് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, കൃഷി ഓഫീസർമാർ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ക്ഷീരവികസന ഓഫീസർമാർ, വെറ്റിനറി ഡോക്ടർമാർ, വ്യവസായ വികസന ഓഫീസർമാർ, മത്സ്യവികസന ഓഫീസർ എന്നിവർ മുഖേന കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, നവകേരള മിഷൻ, വാണിജ്യ ധനകാര്യ സഹകരണ ബാങ്കുകൾ, ഇത്തരത്തിൽ ഒരു കർഷകന്റെ കൃഷിയിടത്തെ ഒരു യൂണിറ്റായി കണ്ട് അതിൻ്റെ സമഗ്ര വികസനത്തിനായി കർഷകനും ഉദ്യോഗസ്ഥരും ഗവേഷകരും ശാസ്ത്രജ്ഞരും ഒരുമിച്ചിരുന്ന് തയ്യാറാക്കുന്ന ദീർഘകാല പ്ലാനുകളുടെ ലക്ഷ്യപൂർത്തിക്കായി സാധ്യമായ എല്ലാ വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിഭവങ്ങളെ സംയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി കൂടുതൽ കൃഷിയിടങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ തരണം ചെയ്ത് മുന്നേറുന്നതിനും നമുക്ക് സാധിക്കും. അടുത്തതായി കൂൺ കൃഷിയെപ്പറ്റി നമുക്ക് പരിചയപ്പെടാം. കേരളത്തിലെ ഏറ്റവും ആദായകരമായി കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് ചിപ്പിക്കൂൺ അഥവാ പ്ലൂറോട്ടസ്. കേരളത്തിന്റെ തനതായ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൂണാണ് ഇത്. ജീവനുള്ളതോ നിർജീവമോ ആയ സസ്യങ്ങളിലോ സസ്യാവശിഷ്ടങ്ങളിലോ മണ്ണിലോ ഒക്കെയാണ് ഇവ വളരുക. ചിപ്പിക്കൂണിൽപ്പെട്ട കൃഷി ചെയ്യപ്പെടുന്ന പ്രധാന ഇനങ്ങളാണ് പ്ലൂറോട്ടസ് ഫ്ലോറിഡ, ഇയോസ്, ജാമർ സാജർ, കാജു എന്നിവ. കേരളത്തിൽ കണ്ടുവരുന്ന ഭക്ഷ്യയോഗ്യമായ പ്രധാനപ്പെട്ട കൂണിനങ്ങളിൽ ഒന്നാണ് അനന്തൻ. നല്ല വെളുപ്പ് നിറവും കട്ടിയുള്ളതും രോഗകീട പ്രതിരോധ ശേഷിയുമുള്ളതായ ഇനമാണിത്. പാചക ഗുണവുമുണ്ട്. കൂൺ തന്തുക്കൾ പടർന്ന് 8 മുതൽ 10 ദിവസം കൊണ്ട് വിളവ് പാകമാകും. ഒരു ബെഡിൽ നിന്ന് ശരാശരി 800 ഗ്രാം വിളവ് ലഭിക്കും. പ്ലൂറോട്ടസ് പെറ്റലോയിഡസ് നിന്നും വേർതിരിച്ചെടുത്ത ഹൈബ്രിഡ് ഇനമാണിത്. മറ്റൊരു പ്രധാന കൂൺ ഇനമാണ് ഭീമ. മികച്ച വിളവ് തരുന്ന വെള്ളപ്പാൽ കൂൺ ഇനം ആണ് ഭീമ. വിത്തിട്ട് 25 മുതൽ 30 ദിവസം കൊണ്ട് വിളവ് പാകമാകും. 1 കിലോ വൈക്കോലിൽ നിന്നും 800 മുതൽ 1000 ഗ്രാം വരെ വിളവ് ലഭിക്കും. കൂൺ കൃഷി രീതി: 30 സെന്റിമീറ്റർ വീതിയും 60 സെന്റിമീറ്റർ നീളവുമുള്ള പ്ലാസ്റ്റിക് കവർ മാധ്യമം നിറയ്ക്കാനായി ഉപയോഗിക്കാം. കവറിന് ചുറ്റും പലയിടങ്ങളായി ഡെറ്റോൾ ലായനി തുടച്ച് അണുവിമുക്തമാക്കിയ തയ്യൽ സൂചിയോ മറ്റോ ഉപയോഗിച്ച് 6 മുതൽ 8 സുഷിരങ്ങൾ ഇടുക. ചിപ്പിക്കൂൺ കൃഷിയിൽ വൈക്കോൽ മാധ്യമമാകുമ്പോൾ 1 വർഷത്തിലധികം പഴക്കമില്ലാത്ത സ്വർണ്ണ നിറത്തിൽ കട്ടിയുള്ളവയാണ് ഉപയോഗിക്കേണ്ടത്. വൈക്കോൽ ചുമ്മാട് പോലെ മുറുക്കി ചുരുട്ടിയോ 5 മുതൽ 8 സെന്റിമീറ്റർ വരെയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചോ ബെഡ് അഥവാ കൂൺ തടം തയ്യാറാക്കുന്നതാണ്. 18 മണിക്കൂർ കുതിർത്ത് വെള്ളം വാർന്നു പോയതിനു ശേഷം വൈക്കോൽ അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ തിളപ്പിക്കുക. തിളപ്പിച്ച് അണുവിമുക്തമാക്കിയ വൈക്കോൽ വെള്ളം വാർന്ന് പോകുന്നതിനായി അണുനശീകരണം നടത്തിയ പ്രതലത്തിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നിരത്തിയിടുക. പിഴിയുമ്പോൾ വെള്ളം വാർന്നു പോകാത്തതും എന്നാൽ നനവുള്ളതുമായ അവസ്ഥയാണ് കൂൺ തടങ്ങൾ ഉണ്ടാക്കാൻ അനുയോജ്യം. കൂൺ തടങ്ങൾ നിർമ്മിക്കുന്നതിന് മുന്നായി കൈകൾ ഡെറ്റോൾ ഉപയോഗിച്ച് നന്നായി കഴുകണം. അണുവിമുക്തമായ വൈക്കോൽ
20 സെന്റിമീറ്റർ വ്യാസത്തിൽ 2 ഇഞ്ച് കനത്തിൽ ചുമ്മാട് പോലെ മുറുക്കി ചുറ്റി കവറിൽ ഇറക്കി വെക്കുക. ഒരു പാക്കറ്റ് വിത്ത് 2 തടങ്ങൾ നിറയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. കൂണിന്റെ വിത്ത് പാക്കറ്റ് പൊട്ടിച്ച് വിത്ത് പ്ലാസ്റ്റിക് ട്രേയിൽ ഉതിർത്തിടണം. 1 ടേബിൾ സ്പൂൺ കൂൺ വിത്ത് വൈക്കോലിന് പുറമെ കവറിനരികിലൂടെ വൃത്താകൃതിയിൽ ഇട്ടുകൊടുക്കുക. വീണ്ടും 2 ഇഞ്ച് കനത്തിൽ വൈക്കോൽ കവറിൽ ഇറക്കി അമർത്തി വെച്ച് നേരത്തെ ചെയ്ത അതേ രീതിയിൽ കൂൺ വിത്തിടുക. ഇങ്ങനെ 4 ഇരട്ടി വൈക്കോൽ ചുമ്മാടുകൾ കവറിൽ വെക്കാം. ഏറ്റവും മുകളിലെ വൈക്കോൽ ചുമ്മാടിന്റെ മുകളിൽ കൂൺ വിത്ത് എല്ലായിടത്തും വീഴത്തക്ക വിധത്തിൽ വിതറുക. നന്നായി അമർത്തിയ കവറിന്റെ മുകളിലെ ഭാഗം അടച്ച് ചരട് ഉപയോഗിച്ച് കെട്ടുക. ഇതോടെ കൂൺ തടം തയ്യാറായി കഴിഞ്ഞു. നല്ല ഈർപ്പവും ഇരുട്ടുമുള്ള മുറികളിൽ ഇവ 1 മാസം വരെ സൂക്ഷിക്കാം. കൂണിന്റെ വേരോട്ടത്തിന് 28 മുതൽ 30 ഡിഗ്രി താപനിലയും 80 മുതൽ 85% ഈർപ്പവുമാണ് അനുയോജ്യം. വിത്തിട്ട് 15 ദിവസം കഴിയുമ്പോൾ കൂണിന്റെ തന്തുക്കൾ വൈക്കോലിലാകെ വളർന്നിരിക്കുന്നത് കാണാം. ഈ സമയത്ത് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കൂൺ തടത്തിൽ 2 സെന്റിമീറ്റർ നീളമുള്ള 15 മുതൽ 18 കീറലുകൾ ഉണ്ടാക്കുക. കൂൺ തടങ്ങൾ സാമാന്യം വെളിച്ചവും ഈർപ്പവുമുള്ള മുറിയിൽ തൂക്കണം. ദിവസവും 2 നേരം തടങ്ങളിൽ ഹാൻഡ് സ്പ്രേയർ ഉപയോഗിച്ച് വെള്ളം തളിക്കണം. 3 ദിവസം കൊണ്ട് കൂൺ വിളവെടുപ്പിന് പാകമാകും. വിളവെടുപ്പിന് പാകമായ കൂണുകൾ ചുവട് ഭാഗം ചേർത്ത് പറിച്ചെടുക്കുക. പറിച്ചെടുക്കുമ്പോൾ വളർച്ച എത്താത്ത കൂണുകൾക്ക് ക്ഷതമേൽക്കാതെ ശ്രദ്ധിക്കണം. 1 മാസം വരെ വിളവെടുക്കാം. തുടർന്ന് ബെഡിന്റെ കവർ കീറി മാറ്റി വെള്ളം തളിച്ച് തൂക്കിയിടുക. 800 ഗ്രാം കൂൺ വരെ 1 കിലോ വൈക്കോലിൽ നിന്ന് ലഭിക്കും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വൈക്കോൽ കൂൺ കൃഷിരീതി എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. വൈക്കോൽ കൂൺ കേരളത്തിന്റെ സമതലങ്ങളിൽ വർഷം മുഴുവനും കൃഷി ചെയ്യാവുന്നതാണ്. 28 മുതൽ 32 ഡിഗ്രി താപനില വൈക്കോൽ കൂൺ കൃഷിക്ക് അനുയോജ്യമാണ്. ഓല ഷെഡുകളാണ് വൈക്കോൽ കൂൺ വളർത്താൻ പറ്റിയത്. കൂൺ തടങ്ങൾ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ സൂക്ഷിക്കാൻ പാടില്ല. കൃഷി തുടങ്ങാൻ ആദ്യമായി 1 മീറ്റർ ഉയരം 3/4 മീറ്റർ വീതിയുമുള്ള ഒരു പലകത്തട്ട് ഉണ്ടാക്കുക. ഇതിൽ ബെഡുകൾ തയ്യാറാക്കാം. ഒരു ബെഡ് ഉണ്ടാക്കാൻ 15 കിലോഗ്രാം വരെ വൈക്കോൽ വേണ്ടിവരും. വൈക്കോലിന്റെ 5 മുതൽ 10 സെന്റിമീറ്ററോളം വ്യാസവും 5 മുതൽ 8 മീറ്റർ വരെ നീളമുള്ള വള്ളികളായി പിരിച്ചെടുക്കുക. തുടർന്ന് ശുദ്ധജലമുള്ള ടാങ്കിലിട്ട് 10 മുതൽ 12 മണിക്കൂർ കുതിർത്തിടണം. തുടർന്ന് വെള്ളം വാർന്ന ശേഷം വൈക്കോൽ പിരികൾ പലകത്തട്ടിന്റെ ഒരരികിൽ നിന്നും തുടങ്ങി മറ്റേ അറ്റം വരെ വളച്ചും തിരിച്ചുമിട്ട് ഒരട്ടി ഉണ്ടാക്കുക. അതിനുശേഷം ഈ അട്ടിയുടെ 4 അരികിൽ നിന്നും 8 സെന്റിമീറ്റർ വിട്ട് ഉള്ളിൽ 10 സെന്റിമീറ്റർ അകലത്തിൽ ഓരോ സ്പൂൺ കൂൺ വിത്തിടുക. വിത്തിടുന്നതിന് മുമ്പും ശേഷവും ഓരോ സ്പൂൺ കടലപ്പൊടി വിതറണം. തുടർന്ന് അട്ടികൾ ഒന്നിനു കുറുകെ ഒന്നായി നിരത്തി ഇടയ്ക്ക് കൂൺ വിത്തിടാവുന്നതാണ്. ബെഡ് പൂർത്തിയായാൽ അട്ടികൾ നന്നായി അമർത്തി മുകളിൽ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടി വെക്കണം. ബെഡിൽ ജലാംശം കൂടുതലായാൽ പോളിത്തീൻ ഷീറ്റിന്റെ ഒരു ഭാഗം തുറന്നു വെക്കണം. ജലാംശം കുറവാണെന്ന് കണ്ടാൽ ഷീറ്റ് മാറ്റി ശുദ്ധജലം തളിച്ചു കൊടുക്കുക. വൈക്കോൽ കൂണിന്റെ തന്തുക്കൾ പെട്ടെന്ന് തന്നെ രൂപം കൊള്ളുകയും ഒരാഴ്ച കൊണ്ട് കൂൺമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ കൂൺ വിടരും മുമ്പായാണ് വിളവെടുക്കേണ്ടത്. ഒരു ബെഡിൽ നിന്ന് 2 മുതൽ 3 കിലോഗ്രാം കൂൺ വരെ ലഭിക്കും. രോഗകീട നിയന്ത്രണ മാർഗങ്ങൾ. വിളക്കുകെണി ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുക. കൂൺ നിറയ്ക്കുന്നതിനുള്ള മുറിയിലും കൂൺ വയ്ക്കാൻ ഉപയോഗിക്കുന്ന മുറിയിലും കാർബൺ ഡയോക്സൈഡ് എന്ന കുമിൾനാശിനി 50 ppm എന്ന തോതിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒരാഴ്ച ഇടവിട്ട് തളിക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.